ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെള്ളരിക്ക മുറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് വെള്ളരിക്ക കറിയാണെന്ന്. വെള്ളരിക്ക കറിയല്ല, വെള്ളരിക്കയും കായും കൂടി ഒരു കാളം പോലുള്ള ഒരു കറി നമുക്കുണ്ടാക്കാം. അങ്ങനെ വെള്ളരിക്ക തോലൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞിടുകയാണ്. ഒപ്പം പച്ചക്കായും കൂടി എടുത്തിട്ടുണ്ട്. പച്ചക്കായും ചെറുതായി മുറിച്ചിടണം. അപ്പോൾ കാളനൊക്കെ വെക്കുമ്പോൾ അധികം ലൂസില്ലാതെ ഒരു ടൈറ്റിലാണ് കാളൻ വെക്കുക. അപ്പോൾ അതിനുള്ള അരവൊക്കെ തയ്യാറാക്കണം. അങ്ങനെ വെള്ളരിക്കയും കായും മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കാബേജ് തോരനും കൂടിയാണ് ഉണ്ടാക്കുന്നത്. കാബേജ് അങ്ങനെ ഞാൻ ചെറുതായി മുറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ കാബേജ് തോരനുണ്ടല്ലോ, യാദവിനൊന്നും ഇഷ്ടമല്ല. എന്തോ ഇതിൻ്റെ ടേസ്റ്റ് അവന് പിടിക്കലില്ല ആദ്യമൊന്നും. ഇപ്പം ചെറുതായി ഒക്കെ കഴിക്കാൻ തുടങ്ങും. എന്നാലും കാബേജൊക്കെ കൊണ്ടുവരല് അതുകൊണ്ട് കുറവ് തന്നെയാണ്. അപ്പോൾ കാബേജ് തോരൻ ഇനി വറവിലേക്ക് ആക്കണം. അതിനായി കുറച്ച് പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടും വയ്ക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെയുള്ള വറവാണ് ഇന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കുഞ്ഞു തെറ്റുകളൊക്കെ വന്നേക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിയിക്കണം. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ഇടാൻ നോക്കാറുണ്ട്. തെറ്റുകൾ ഉണ്ടായേക്കാം, അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കാബേജ് തോരൻ വറവിലിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. കാബേജിൽ ചെറുതായി ക്യാരറ്റും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കാളനും കൂടി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും ചേർത്ത അരവ് ചേർത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഉലുവയും കടുകും ചേർത്ത് വറുത്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം ചക്കയായാലോ. അപ്പോൾ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മുറിച്ചിട്ടണം. അപ്പോൾ ഈ കൊല്ലത്തെ രണ്ടാമത്തെ ചക്ക വയ്ക്കലാണിത്. അപ്പോൾ ചക്കയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കഴിക്കാനൊക്കെ വലിയ കൊതിയാണ്. അപ്പോൾ ഇച്ചും വന്ന് എന്നെ സഹായിക്കുന്നുണ്ട്. അവനും ഓരോന്ന് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ശരിയാക്കി തരുന്നുണ്ട്. അവനിങ്ങനെ ഓരോന്ന് എന്നെ ചുറ്റിപ്പറ്റി എന്തേലും സഹായിക്കുമോ. അടുക്കളയിൽ തന്നെയായിരിക്കും അധികവും. അവനെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് എനിക്ക് വൃത്തിയാക്കി തരുന്നുണ്ട്. അങ്ങനെ ചെറുതായി മുറിച്ചിട്ട് അതിലേക്ക് കുരു ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കുരുവും കൂടി അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അത് അടുപ്പത്ത് വയ്ക്കണം. നല്ല മൂത്ത ചക്കയാണ് കിട്ടിയത്. ഇനി ചക്കയുടെ കാലമല്ലേ, അപ്പോൾ ഇനി പഴുത്തതും പഴുക്കാത്തതുമായ വെറൈറ്റി ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ചക്ക ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കുക്കറിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 2 വിസിൽ മതിയാവും. ഈ ചക്കയ്ക്ക് ഒരു വെറൈറ്റി ചമ്മന്തിയും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളിയും കടുകും ചുവന്ന മുളകും കൂടി ചേർത്ത് അതിലേക്ക് വറുത്തിടണം. അപ്പോൾ ഈ ചക്കയ്ക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും പിന്നെ പുളിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഞാൻ ചക്കയിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബായ്.